നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നീ എങ്ങനെയാ മോളെ ചെന്ന് കയറുന്നത്? നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെയുള്ള ആൾക്കാര്, അവരുടെ കൾച്ചർ, ആ അയൽവക്കക്കാര്, ഓ ഹൊറിബിൾ. ഇവൾക്കൊരല്പം നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുത്തൂടെ മഹേഷ്? മമ്മി പറയുന്നതിലും കാര്യമുണ്ട് മോളെ. നമ്മുടെയും അവരുടെയും ജീവിത രീതിയും കുടുംബാന്തരീക്ഷവും ഒക്കെ ടോട്ടലി വേറെയാണ്. ഇപ്പോൾ തോന്നുന്ന ആവേശത്തിൽ അതൊക്കെ ഓക്കെ ആയിരിക്കും. ബട്ട് ഇൻ ഫ്യൂച്ചർ നീ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും. നിന്റെ ചോയ്സ് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബാലു ഇസ് എ വെരി നൈസ് ബോയ്. നല്ല പെരുമാറ്റം, വെരി ഗുഡ് ലുക്കിംഗ്. പക്ഷേ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങളുടെ കൂടിച്ചേരലല്ലേ? അതങ്ങനെ നമുക്ക് കൂടിച്ചേരാൻ പറ്റിയൊരു കുടുംബമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എങ്ങനെ അവിടെ ജീവിക്കൂ? അപ്പോ അതും ആ സുധാമണിക്കൊപ്പം. എന്റെ ഒരു നിസ്സാര വാക്കിന്റെ പേരില് ഇത്രയും ബഹളം വെച്ച് അവര് നാളെ നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ച ഏത് എക്സ്റ്റന്റ് വരെ പോകും? അതും അമ്മായിയമ്മയുടെ അധികാരവും കൂടി വെച്ച്. ഒരു പ്രാവശ്യം അല്ല ബാലു, ഒരു പല പ്രാവശ്യം പറഞ്ഞു. അന്നേരം ഞാൻ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. പക്ഷേ എന്റെ പിടിവിട്ടു പോയത് എപ്പാന്നറിയോ? ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന, എന്നെ ഒരാൾക്കും വിട്ടുകൊടുക്കൂലെന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ മക്കള് മിണ്ടാട്ടമില്ലാണ്ട് ഇരിക്കുന്നത് കണ്ടപ്പാ. സഹായത്തിനൊരു മനുഷ്യനും ഇല്ലാതെ രാപ്പകല് കഷ്ടപ്പെട്ട് ഞങ്ങളെ ഇതുവരെ എത്തിച്ച ആളാ ഞങ്ങളെ അമ്മ. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ ആന്റി അമ്മ അങ്ങനെ പറയല്ലാന്ന്? ആടെയാ മക്കളെ അമ്മേന്റെ നിയന്ത്രണം വിട്ടു പോയത്. സുധാന്റി അവരുടേതായ ഒരു ചെറിയ ലോകത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് മനസ്സിലുള്ളത് മറച്ചു വെക്കാൻ അറിയില്ല. അതുകൊണ്ടാ അവരത്രയും സംസാരിച്ചത്. അവരെന്തു പറഞ്ഞു, അത് എന്നെ എങ്ങനെ അഫക്ട് ചെയ്തു, അതൊന്നും ഇവിടുത്തെ പ്രശ്നമല്ല. അപ്പോ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഇഷ്ടത്തോടും സമ്മതത്തോടും കൂടി ഈ ബന്ധം നടക്കില്ല. അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം എങ്ങനെ നടക്കാനാ? ഇന്ന് നടന്ന സംസാരം മാത്രമല്ല, അമ്മയുടെ ഈ മുഷിഞ്ഞ സാരി ഒന്നാമത്തെ പ്രശ്നം. അതെങ്ങനെ? അത് മാറാനുള്ള സമയത്ത് പോയി നിന്ന് സിക്സർ അടിക്കാൻ പോയില്ലേ? കളി ജയിച്ചു, പക്ഷെ വീട്ടിൽ നടന്ന കാര്യത്തിലെ അമ്മ തോറ്റു. സ്നാക്സ് വിളമ്പാൻ ഞാൻ ടോൺസ് എടുത്ത് നീട്ടിയതാ. അപ്പൊ അത് ശ്രദ്ധിക്കാതെ വെറും കൈ കൊണ്ട് പ്ലേറ്റിൽ എടുത്തു വെച്ചു. ആ ആന്റി അത് തൊട്ടില്ല. അമ്മ അത് ശ്രദ്ധിച്ചില്ലേ? നേരെ അവരൊക്കെ സ്വന്തം വീട്ടിലെ ഭക്ഷണം തന്നെ സ്പൂണും ഫോർക്കും കൊണ്ട് കഴിക്കുന്ന ടീമാ. അതൊന്നും പോരാതെ മായപ്പടക്കത്തിന് തീ കൊടുത്ത പോലെയുള്ള ഒരു കൺട്രോളും ഇല്ലാത്ത സംസാരവും. നിർത്തടി. പറഞ്ഞ് കാട് കയറുന്ന ഓടിച്ചു നിന്നെ ചോമരമ പറ്റിക്ക് ഞാൻ എന്നോട് ഇങ്ങനെ സംസാരിച്ച. വലിയേട്ടൻ അപർണേച്ചെ മറന്നേക്ക്, അതാ നല്ലത്. ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. മതിയാക്ക് മീനു, അത് നീയാണോ തീരുമാനിക്കുന്നത്? മാറങ്ങോട്ട്. ഇങ്ങനൊരു ചെറിയ കാര്യം കാരണം ഒട്ടിപ്പോകുന്നതാണോ നീയും അപർണയും തമ്മിലുള്ള ബന്ധം? ആണോന്ന്? നീ ഇങ്ങനെ വിഷമിക്കാനൊന്നും ഇല്ലടാ, എല്ലാം ശരിയാവും. അമ്മയല്ലടാ പറയുന്നേ. ഇന്നലെ ഇതുപോലെ പറഞ്ഞിട്ട് അമ്മ ഒക്കെ ശരിയാക്കിയതാ ഇത്തിരി മുന്നേ ഇവിടെ കണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.